വിജയഗാഥ വെച്ച് ഇറങ്ങി. ജനശതാബ്ദി വിജയഗാഥ. സമോസ സമോസ യൂട്യൂബ് ചാനലല്ലേ. അപ്പൊ നമ്മള് പിള്ളേരൊക്കെ ഉണ്ട്, പിള്ളേർ കളിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് എവിടെ ഇറങ്ങിയത്? ഏത് റെയിൽവേ സ്റ്റേഷൻ? വിജയവാഡ നമ്മൾ ഇറങ്ങി. കാരണം ഇറങ്ങിയത് എന്താ വെച്ചെങ്കിൽ കൊൽക്കത്ത ഹൗറയ്ക്ക് ടിക്കറ്റ് എടുത്തു. പക്ഷെ ട്രെയിന് മഴയൊക്കെ കാരണം ഡിലേ ആയി. അപ്പോൾ 6 മണി ഇവിടെ നല്ല മഴ. നാട്ടിലെ സ്കൂളിൽ വിടലിവാ. അപ്പോൾ മൊബൈൽ നനയുന്നുണ്ട്, നമ്മളും നനയുന്നുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെന്താക്കുന്നത് അപ്പോൾ ട്രെയിൻ 6 മണിക്കൂർ ഡിലേ. ഹൗറാക്കാണ് ഇനി പോകുന്നത്. കാരണം നമ്മൾ ഈ നരങ്ങിലിറങ്ങി പോകുന്നതിൻ്റെ കാരണം എന്താ വെച്ചെങ്കിൽ നമ്മൾ ഒറ്റ ടിക്കറ്റ് എടുത്തതാണ്. അതായത് കന്യാകുമാരി ടു ദിബ്രുഗാരേക്ക് ലോങ്കസ്റ്റ് ട്രെയിനിലേക്ക് നമ്മൾ ടിക്കറ്റ് എടുത്തതാണ്. 1450 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തത് 2 ടിക്കറ്റ്. പക്ഷേ വെയിറ്റിംഗ് ലിസ്റ്റിൽ നമ്മളെ ടിക്കറ്റ്. അപ്പോൾ മൊബൈലിൻ്റെ ക്യാമറക്കൊക്കെ വെള്ളം കൊള്ളുന്നുണ്ട്. എന്തായാലും ഈ ട്രിപ്പോട് കൂടി മൊബൈൽ ഹർബാനിയാവും. പുതിയ ഫോൺ എടുക്കേണ്ടി വരും. കാരണം അപ്പോൾ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ മഴയൊക്കെ നനയുന്നുണ്ട്. നമ്മൾ ഓൾറെഡി നാട്ടിൽ നിന്ന് വരുമ്പോൾ പാരസെറ്റമോൾ, ഡോളോ, 50 എല്ലാം കരുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ മഴയൊക്കെ നനഞ്ഞിട്ട് പനിയൊക്കെ വരികയാണെങ്കിൽ നമ്മൾ തന്നെയാണ് തിരിച്ചത്. എന്തായാലും മഴ നനഞ്ഞു. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ക്യാമറ നനയുന്നുണ്ട്. അപ്പോൾ സൗദിൻ്റെ ഭാഗത്ത് ക്യാമറ നനഞ്ഞിട്ട് ബ്ലറായി. നല്ല രസമുണ്ട്. ഒന്നും പറഞ്ഞാലേ ഇരിക്കണം. ട്രെയിനിൽ കാലിടാൻ സ്ഥലമില്ല. ചറപ്പറ ഇച്ചിടത്തി. അപ്പോൾ ജനശതാബ്ദിയിൽ ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചെങ്കിൽ ഒരു പരിധിക്കുള്ളിൽ 10 ജനശതാബ്ദി ഉണ്ടാവുള്ളൂ. രാവിലെ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു റൂം കൂടെ തപ്പിയിട്ട് ബുക്കാക്കിനി ഓൺലൈനിൽ. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ ഒരു 150 മീറ്റർ ഉള്ളൂ. അപ്പോൾ നടന്നിട്ട് റൂമിൽ പോയതാണ്. അപ്പോൾ ട്രെയിന് ഡിലേ ആയി. ഇനി നമ്മൾ കാണുന്നതാണെങ്കിൽ ഒറ്റ ലൊക്കേഷൻ ഇനി കാണുന്നുണ്ടെങ്കിൽ പിന്നെ ഹൗറയൊക്കെ നമുക്ക് ഒരുപാട് ഉണ്ട് കേട്ടോ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ജിലേബിയ ഇപ്പൊ ജിലേബി ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ. ചേട്ടന് ജിലേബി ഉണ്ടാക്കുന്നുണ്ട്. ഫ്രഷ് ജിലേബിയാണ്. പപ്പായ അമ്മച്ചി, പപ്പായ വിറ്റാമിൻ സി. പപ്പായൊക്കെ ഉണ്ട്. നല്ല മധുരം ഉണ്ടാകും തോന്നുന്നു. ഇതാ നാരങ്ങ എത്ര വലുതറിയോ? അയ്യോ, നമ്മൾ എറണാകുളത്തൊക്കെ ഒരു നാരങ്ങ, ഇത് നാരങ്ങ ഓറഞ്ച മുസമ്പി. അപ്പോൾ നമുക്കിപ്പം എന്തായാലും ഫോൺ രണ്ടും കൽപ്പിച്ചിട്ടുണ്ട്. ഈ ട്രിപ്പോട് കൂടി എൻ്റെ ഫോണ് പോകും. ഓൾറെഡി ഫോണ് പോയി, പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം മഴയും നനഞ്ഞ്. അപ്പം ഈ വിജയവാഡയിലെ ഒരു ദുർഗ അമ്പലമുണ്ട്. നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല. ഡാമിൻ്റെ ഷട്ടറാണ് അത്. കാണാൻ പറ്റുമെന്നറിയില്ല. ഡാമിൻ്റെ ഷട്ടറാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ മഴ നനയുന്നുണ്ട്. എന്താ അവസ്ഥ പറഞ്ഞില്ല. ഈ ഫോൺ ഇത് കൃഷ്ണാനദിയാണ്. അപ്പുറത്തെ കൃഷ്ണാനദിക്ക് നമ്മളെ വീഡിയോ എടുത്തു. അതിരണം. അപ്പോൾ നമ്മൾ പോവാണ്. എന്തായാലും ഈ ഒരു ട്രിപ്പോട് കൂടി എൻ്റെ ഫോണ് പോയി. അടുത്ത ഫോൺ എടുക്കേണ്ടി വരും മിക്കവാറും. അപ്പോൾ ഡ്രൈഫ്രൂട്ടൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചാൽ. പക്ഷെ നമ്മൾ ഡ്രൈഫ്രൂട്ടൊന്നും വാങ്ങിയിട്ടില്ല. ഹോട്ടലിൽ കിട്ടിയ മഴ പോയി. ഇപ്പോൾ സൗദ് ഹോട്ടല് നമ്മളെ ബായിനോട് ഹോട്ടലൊക്കെ ചോദിച്ചു. പറയണ്ട, ബാഗ് ഭയങ്കര ബാക്ക് ക്യാമറ ഞാൻ ബാക്ക് ക്യാമറ ഫ്രണ്ട് ചെയ്യണം. നല്ല ഹോട്ടൽ ഇത് സ്ഥലം
അപ്പോൾ നമ്മൾ ബിരിയാണി കഴിക്കാറുണ്ട്. ചിക്കൻ ബിരിയാണി, ചിക്കൻ പൂസ്റ്റ, 2 ചിക്കൻ ബിരിയാണി, ബിരിയാണി കൊള്ളാം. നല്ല ടേസ്റ്റ് ഉണ്ട്. നാട്ടിലത്തെ പോലത്തല്ല, ഒരു വേറൊരു ബിരിയാണി. നമ്മൾ ഇവിടെ കഴിച്ചായിരുന്നു ബിരിയാണി കഴിച്ച് കഴിഞ്ഞാൽ ഓർക്കുന്ന എവിടെ അറിയാം, അമൃതസർ ഭാഗത്ത് ഈ ഒരു ബിരിയാണി ഞാൻ കഴിച്ചായിരുന്നു. പഞ്ചാബിൽ പോയപ്പോൾ ഇങ്ങനത്തെ ഒരു ബിരിയാണി ഞാൻ കഴിച്ചായിരുന്നു. അതേപോലത്തെ ടേസ്റ്റാണ്. മൊബൈൽ എന്തായാലും ഇപ്പോൾ അയച്ചു വെച്ചിരിക്കാം. മൊബൈൽ താഴെ ഒന്നും കഴിയില്ല. നമ്മൾ നല്ല സെൽഫി സ്റ്റിക്കാണ് വാങ്ങിയത്. 4500 കൊടുത്തായിരുന്നു സെൽഫി സ്റ്റിക്കിന്. എല്ലാ ഓപ്ഷനും ഉണ്ട്. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്, ഫ്ലാഷ് ഉണ്ട്, പിന്നെ റിമോട്ട് ഉണ്ട്, റൊട്ടേഷൻ ചെയ്യാൻ പറ്റും, എല്ലാ കാര്യങ്ങളും ചെയ്യാം. നല്ല വില കൂടിയ സെൽഫി സ്റ്റിക്കാണ്. നമ്മൾ ഗ്യാരണ്ടി ഉണ്ട്, 1 വർഷം നമ്മൾ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എത്ര ഹൈറ്റിൽ ഇതാക്കിയാലും ഒന്നും ആവില്ല. ഇതിപ്പോൾ സലാഡ് മോര് പോലെയാണ് കേട്ടോ. ഇനി നമുക്ക് ചിലപ്പോൾ ഭക്ഷണം കിട്ടിയെന്നല്ല. ഞാൻ ട്രെയിനിൽ ഭക്ഷണം കഴിക്കില്ല, അതേപോലെ തന്നെ പുള്ളി കഴിക്കില്ല. പുള്ളി വീട്ടിൽ കഴിക്കും. അവൻ കഴിക്കും, അവനെന്താ വ്യത്യാസം തോന്നും. അപ്പം ഞാൻ ട്രെയിനിൽ ഭക്ഷണം കഴിക്കില്ല. അപ്പോൾ ഇന്ന് രാത്രി കയറി കഴിഞ്ഞാൽ നാളെ രാത്രി നമ്മൾ ഹൗറ എത്തുള്ളൂ. ഇന്ന് നമ്മൾ എവിടെ ഇറങ്ങുന്നില്ല. ഇവിടുന്ന് ജനശതാബ്ദി ഇറങ്ങിയ പാട് തന്നെ നമുക്ക് ട്രെയിന് ഉണ്ടതായിരുന്നു. പക്ഷേ 6-7 മണിക്കൂർ ഡിലേ ആണ്. ഏകദേശം നല്ല സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ഇറങ്ങി ഒന്ന് കറങ്ങാതെ വിചാരിക്കും. നമ്മൾ കട്ടിങ്ങിലാണ് പോയത്. കാരണം നമ്മൾ ട്രെയിന് മിസ്സായതുകൊണ്ട് കട്ടായിട്ടാണ് പോകുന്നത്. നമ്മളിനി പോയി കഴിഞ്ഞാൽ ഹൗറയാണ്. എന്നെ ഇവിടെ ഇറങ്ങുന്നില്ല. കൊൽക്കത്തയിലെ ഹൗറന്ന് നമ്മൾ ഓൾറെഡി ടിക്കറ്റ് എടുത്തു. നമ്മൾ ഗുവാഹട്ടിക്ക് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞു. ഗുവാഹട്ടിയിൽ നമ്മൾ ചിലപ്പോൾ ഡിബ്രു പോകും, അല്ലെങ്കിൽ ഗുവാഹട്ടിയിൽ നിന്ന് ഫ്ലൈറ്റ് പിടിച്ച് ഷിലോങ്ങിലേക്ക് പോകും. അപ്പോൾ ഷിലോങ് എന്നാണ് നമ്മൾ കാണാനുള്ളൊരു സ്ഥലമുള്ളത്. ഏറ്റവും മനോഹരമായ സ്ഥലം ഷിലോങ്. എന്നിട്ടും മറ്റേ ഏത് ചിറാപുഞ്ചിക്കാണ് പോകുന്നത്. അവിടെ അത് മാത്രമേ കാണുള്ളൂ. നമ്മൾ വേറെ ഒന്നും കാണില്ല. ചിറാപുഞ്ചിന് നേരെ നമ്മൾ തിരിച്ച് ഇവിടെ പോകും, നമ്മളെ ഉത്തരാഖണ്ഡിലേക്ക് പോകും. അപ്പോൾ പോണ വഴിക്ക് നമ്മൾ നല്ല ഓർമ്മയായിരുന്നു. അടുത്ത സ്റ്റേഷന് വിശാഖപട്ടണം, ഭുവനേശ്വർ, അത് കഴിഞ്ഞാൽ അങ്ങോട്ട് ഹൗറ. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചു. നമുക്ക് 1 മണിക്കാണ് ട്രെയിന്. ഹൗറയിലേക്ക് 1 മണിക്കാണ് ട്രെയിൻ. അപ്പോൾ രാത്രി 9 മണിയാകുമ്പോൾ നാളെ രാത്രി. ഇനി നമ്മൾ കാണുന്നത് ഹൗറയിലെ ഫസ്റ്റ് പേരക്ക. അപ്പോൾ ഈ പേരക്ക ഞാനിങ്ങനെ രാമേശ്വരത്ത് ഇങ്ങനെ വാങ്ങിയായിരുന്നു. ഒരുപാട് പേരക്കാണ്. രാമേശ്വരത്താണ് പേരക്ക. എടാ ഇവിടെ ഹെൽമെറ്റ് ഒന്നും വേണ്ട ഇവിടെ. നമ്മളിവിടുത്തെ സാറാ യൂട്യൂബ് നാട്ടിലൊക്കെ ഹെൽമെറ്റ് വെക്കാത്തതിന് ഫൈൻ. രാമേശ്വരം പോയപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഹെൽമെറ്റ് വെച്ചതിനാണ് പോലീസ് ഫൈൻ ഈടാക്കി. അപ്പോൾ സൈദ് ഒരു മണ്ടനാണ്. ഓനക്കൊന്നും അറിയില്ല. ഫോൺ ആരൊക്കെ പറ്റിക്കൊണ്ട് പോകുന്ന ഒരു സംശയമുണ്ടല്ലോ. എല്ലാവരും ഫോണാണ് നോക്കുന്നത്. എന്നാരും നോക്കുന്നത് ഫോണ് ചിലപ്പോൾ പറയാൻ പറ്റില്ല. ഫോണ് ചിലപ്പോൾ അടിച്ചു മാറ്റും. അപ്പോൾ പെട്ടെന്ന് വീഡിയോ പോയതേ എൻ്റെ ഫോൺ ഒരാൾ അടിച്ചു മാറ്റാനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ ഫോൺ അടിച്ചു മാറ്റാനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യണം. ഓടി പുറകെ നിന്ന് വരുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഞങ്ങളുടെ കാട് ഫുള്ള് കള്ളന്മാർ ഇവിടെ. അപ്പോൾ ഇവ എന്താ ലോറി ക്ലീനറിനോടൊക്കെ സംസാരിക്കുന്നുണ്ട് ഇവിടെ വന്നിട്ട്. അതെന്തിനാണെന്ന് എനിക്കറിയില്ല. അവനോട് തന്നെ ചോദിക്കണം. അവിടെ ഒരു ഗാഡിയുണ്ട്, നല്ല സ്കൂട്ടർ ഗാഡി ഇവിടെ ഭയങ്കര. നമ്മൾ
ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ദുർഗ ടെമ്പിൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നമ്മൾ ദുർഗ ടെമ്പിളിലേക്ക് പോവാണ്. ഇതിൽ റെയിൽവേ ക്രോസിൻ്റെ മുകളിലാണ് നമ്മൾ നടന്നു പോകുന്നത്. നമ്മൾ റെയിൽവേൻ്റെ മുകളിൽ കൂടിയതാ നല്ല അടിപൊളി ഒരു ബ്രിഡ്ജാണ് നടന്നു പോകാനുള്ളത്. അപ്പോൾ അവിടെ പോയിട്ട് വരാം. ഇവിടെ കാണാനില്ല. അപ്പോൾ ഓട്ടോയിലൊന്നും പോയി വരാൻ പറ്റില്ല. കാരണം 100 മീറ്റർ ഓട്ടോയിൽ 400-500 രൂപമാർ പിഴിഞ്ഞ് അച്ചാറാക്കി കളയും. അപ്പോൾ അതുകൊണ്ട് ഓട്ടോ പരിപാടി ഇല്ല. പിന്നെ ഇവിടെ യൂബർ നോക്കിയിട്ട് കിട്ടുന്നില്ല. യൂബർ നോക്കിയിട്ട് കാര്യമില്ല. യൂബറിൽ പോയിട്ട് അവർ യൂബറിൽ പറഞ്ഞതിനേക്കാളും പൈസ കൂടുതൽ മേടിക്കുന്നു. മനോഹരമായ ബ്രിഡ്ജ് എറണാകുളത്തിൻ്റെ 3 ഇരട്ടി ഉണ്ട് കേട്ടോ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ. ഭയങ്കര വലിപ്പം കൂടുതലാണ്, ഭയങ്കര ലെങ്ത്തും ഉണ്ട്. ഇവിടെ നിന്നാണ് ഹൈദരാബാദിലേക്കും അതേപോലെ തന്നെ പല നഗരങ്ങളിലേക്കും ട്രെയിൻ ക്രോസ് ചെയ്ത് പോകുന്ന ജംഗ്ഷനാണിത്. ഇവിടുന്ന് പല ഭാഗത്തേക്കും ഡിവൈഡ് ചെയ്യുന്നുണ്ട് ട്രെയിൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം 12ഓളം പ്ലാറ്റ്ഫോമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ ബാക്ക് വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ദൃശ്യപരമായ കാഴ്ചകൾ എടുത്തു തരാം. ബ്രിഡ്ജിൽ കൂടെ ഇങ്ങനെ നടന്നു പോവാണ്. അപ്പോൾ ഇതൊരു അപ്രതീക്ഷിതമായി നമുക്ക് കിട്ടിയ സ്ഥലമാണ്. കാരണം നമ്മളിവിടെ വെയിറ്റിംഗ് ഇല്ലായിരുന്നു. കാരണം ജനശതാബ്ദിയിൽ ഇറങ്ങിയ ഉടനെ തന്നെ അടുത്ത ട്രെയിനിൽ പോകാനുള്ള ഒരു പരിപാടിയായിരുന്നു. പക്ഷേ ആ ട്രെയിന് 6 മണിക്കൂർ ഡിലേ. നമ്മൾ ഓൾറെഡി സ്ലീപ്പർ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇജിഡ വരുന്നുണ്ട്. ഫോൺ പറ്റും ഇജിഡകൾ. അപ്പോൾ ഇജിഡ പറയാൻ പറ്റില്ല. ഇജിഡ നേരത്തെ ട്രെയിനിൽ കയറിയിട്ട് ഭയങ്കര അലമ്പായിരുന്നു. അപ്പോൾ ഇജിഡ പോക്കറ്റൊക്കെ കീറുന്നു. ഒരുപാട് നഗരങ്ങൾ കാണണം. അവിടുത്തെ കാഴ്ചകൾ, പ്രധാനപ്പെട്ട നഗരങ്ങൾ, പ്രധാനപ്പെട്ട ആരാധനാലയങ്ങൾ, അങ്ങനെ ഒരുപാട് നഗരത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. അപ്പോൾ ഇന്നലെ തങ്ങൾ വിളിച്ചപ്പോൾ തങ്ങൾ ഒരുപാട് മക്കളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ തങ്ങൾക്കെല്ലാം അറിയാം. തങ്ങ എല്ലാ ദർഗക്കും പോയിട്ടുണ്ട്. അപ്പോൾ തങ്ങ ഇന്നലെ വിളിച്ചായിരുന്നു. തങ്ങൾ വിളിച്ചിട്ട് ഇന്നലെ ദർഗയുടെ ഫുള്ള് ലിസ്റ്റ് എനിക്ക് ഇന്നലെ പറഞ്ഞു തന്നായിരുന്നു വോയിസ് ആയിട്ട്. നമ്മൾ പോവാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പേടിയുണ്ട്, സെൽഫി ഇങ്ങനെ എടുക്കാൻ പേടിയുണ്ട്. പക്ഷേ ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഫോൺ അവർക്ക് അങ്ങനെ പെട്ടെന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ നല്ല ഹൈറ്റ് വെച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ പള്ളിയിൽ വന്ന പാടെ നമ്മൾ നിസ്കരിച്ചു. എല്ലായിടത്തും നമ്മൾ പള്ളിയുണ്ട് കേട്ടോ. നമ്മളെ പള്ളി എല്ലാ നഗരങ്ങളിലും പള്ളികൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അതൊരു നല്ല കാര്യമാണ്. ഏതൊരു മതസ്ഥർക്കും അവരുടേതായ ആരാധനാലയങ്ങൾ സുരക്ഷിതമാണ് ഇവിടെ. അപ്പോൾ നമ്മുടെ ദുർഗ ടെമ്പിളിൻ്റെ അവിടെ ഭയങ്കര തിരക്കാണ്. പണ്ട് മലയിൽ പോയൊരു അകത്ത് കയറാൻ പറ്റുമോ? പോകാൻ പറ്റില്ല. അപ്പോൾ പോകാൻ പറ്റുമോ? ഹലോ ഉണ്ണി, ഇവിടെ അവിടെ പഴം ശല്യമില്ല. ഓട്ടോറിക്ഷക്കാർ ഒരു രക്ഷയില്ല. ഓട്ടോറിക്ഷക്കാർ അപ്പോൾ ഓട്ടോറിക്ഷക്കാരാണ് ഇവിടെ സ്വയം തരാത്തത്. എൻ്റെ പൊന്നു, ഓട്ടോറിക്ഷയിലൊക്കെ 10 ആളൊക്കെ കയറ്റിക്കൊണ്ടു. അതായത് 15 ആളൊക്കെയാണ് ഓട്ടോറിക്ഷ കയറ്റി. ഇവിടെ ഹെൽമെറ്റുള്ള സാധനം വേണ്ട. 15 ആളെ ബൈക്കിൽ കയറ്റി പോകും, ഒരു പ്രശ്നമില്ല. അത് തമിഴ്നാട്ടിലും മറ്റേ ആന്ധ്രാപ്രദേശിലൊക്കെ പ്രത്യേകത. ഞാൻ രാമേശ്വരം പോയപ്പോൾ ഹെൽമെറ്റ് വെച്ചതിൻ്റെ പേരിൽ ഫൈൻ അടിച്ചതാണ്. ഹെൽമെറ്റ് വെക്കാതെ പോയാൽ മതിയാവും. രാമേശ്വരത്ത് ഞാൻ ബൈക്ക് എടുത്തിട്ട് പോയപ്പോൾ എന്നെ ഹെൽമെറ്റ് വെച്ചതിൻ്റെ പേരിൽ 150 രൂപ ഫൈൻ അടിച്ചു. അപ്പോൾ ഇവിടെയാണ് സാറൊക്കെ ഇവിടെ ഇതാക്കി വെച്ചതുണ്ട്.
അപ്പോൾ നമുക്ക് അമ്പലത്തിലേക്ക് അങ്ങോട്ട് ദുർഗ അമ്പലത്തിലേക്ക് പോകാനുള്ള കുറേ കാര്യങ്ങളുണ്ട്, നിബന്ധനകളുണ്ട്. ചെരുപ്പിടാൻ പാടില്ല, അതേപോലെ തന്നെ മൊബൈൽ കൊണ്ടുപോകാൻ പാടില്ല, ബാഗ് കൊണ്ടുപോകാൻ പറ്റില്ല. പളനി മുരുകൻ്റെ അവിടെ നിന്ന് എല്ലാം കൊണ്ടുപോകാം, ആ അമ്പലത്തിലെല്ലാം കൊണ്ടുപോകാം. ഈ ചെരുപ്പ് മാത്രം ഇട്ടാൽ മതിയാവും. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് 1 മണിക്കൂർ തിരിച്ചു. 1 മണി കഴിഞ്ഞാൽ പിന്നെ 24 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുള്ളൂ. കാരണം ഇവിടുന്ന് ഹൗറയിലേക്ക് 21 മണിക്കൂർ യാത്രയുണ്ട്. ഏറ്റവും ഏകദേശം 1000 കിലോമീറ്റർ മുകളിൽ കവർ ചെയ്യണം. ഹൗറയിലേക്ക് അവിടെ നമ്മൾ റൂം ബുക്ക് ചെയ്യും, ഹൗറ കുറച്ച് കറങ്ങും. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത വീഡിയോ ഹൗറയിൽ നിൽക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ആന്ധ്രാപ്രദേശ് പിന്നെ എല്ലാ നമ്മളെ ചായക്കടയ്ക്ക് എത്തി. ചായക്കടയ്ക്ക് യൂട്യൂബ് ചായ അടിക്കുന്ന ചേട്ടനാണ്. നമ്മൾ ഇവിടെ നിന്നാണ് ചായ കുടിക്കുന്നത്. അപ്പോൾ എല്ലാം ഉണ്ട്. ചായ ഉണ്ട്, ബൂസ്റ്റ് ഉണ്ട്, കാപ്പി ഉണ്ട്, ഹോർലിക്സ് ഉണ്ട്, ബോർണൈറ്റ് ഉണ്ട്, കട്ടൻ ചായ ഉണ്ട്, കട്ടൻ കാപ്പി ഉണ്ട്, എല്ലാം ഉണ്ട്. ബൂസ്റ്റ്, ഹോർലിക്സ് എല്ലാ സാധനങ്ങളും ഉണ്ട് റെഡി ആയിട്ട്. അടിപൊളി കിട്ടുന്ന സാധനം, മസാല കിട്ടുള്ള ചായയാണ്. അപ്പോൾ ഇവിടെ വന്നതിൽ കുറേ ആൾക്കാർ ചായ എല്ലാം കുടിക്കുന്നുണ്ട്. കേവലെ वीडियो अभी ओपन करेगा, अभी फोन ओपन करेगा वो यूट्यूब करने का थोड़ा आईडी पर और तुम्हारा अपलोड है ना, तुम्हारा अपलोड है क्या बोला मैं, वो सब्सक्राइब करेगा तो पूरा आदमी शेयर करेगा. ओके, नो प्रॉब्लम. और तुम्हारा अपलोड है ना, ये वो दुकान में पूरा व्यू में, वो दूसरा वो दरगाह सामने वो पीछे वाला पूरा वीडियो देगा. वो एडिट करने का बोला, टुमारो अपलोड करने देगा. आपको पूरा वो आपने क्या बोला, पूरा सब्सक्राइब बोला. ओके, मुश्किल है अभी वो बता रहे. वो पेमेंट का मुश्किल तो वो वायरल में नहीं बोलता क्या, उसको अभी को जस्ट व्यू करने के लिए. ओके, हाँ तो मुश्किल है. पूरा आदमी का बोलता हूँ. ओके, तमिल तरी हाँ, तमिल तरी हाँ अण्णा യവാന്ത് കള്ളൻ, പെരുസ് കള്ളൻ, മായ കണ്ണൻ, തുപ്പിടാതെ മൂക്ക്, അവൻ നനച്ച് കഴിയുമ്പോൾ നിലപ്പാട്. അവൻ ഇപ്പം നമ്മൾ ഏതെല്ലാം കിടക്കും ഒന്ന് പറഞ്ഞു നോക്കും. ആന്ധ്രാപ്രദേശ് കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ സംസ്ഥാനം കടന്നു പോകും? ഒഡീഷ, പിന്നെ വെസ്റ്റ് ബംഗാൾ ഹൗറ എത്തിയില്ലേ തുറക്കണ്ട. അപ്പോൾ ഒഡീഷ കടന്നു പോകും. ഒഡീഷ കടന്നു കഴിഞ്ഞാൽ പിന്നെ വെസ്റ്റ് ബംഗാളാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് കാര്യങ്ങൾ. നമ്മൾ ബീഹാർ പോകുന്നില്ല, കാരണം ബീഹാർ ക്യാൻസൽ ചെയ്തു. ബീഹാർ പോകാനായിരുന്നു പദ്ധതി. അവിടെ ചായ ഒക്കെ കുടിച്ചു. സൗദു ആണെങ്കിൽ ഞാൻ ചായ മാത്രമേ കുടിച്ചുള്ളൂ. സൗദു ഒരു ചായൻ്റെ കൂടെ 2-3 ബിസ്ക്കറ്റൊക്കെ കാച്ചുന്നുണ്ടാണ്. അപ്പോൾ ഞാൻ ബിസ്ക്കറ്റ് ഇങ്ങനത്തെ സാധനമൊന്നും തിന്നല്ല, ചായ മാത്രമേ കുടിക്കുള്ളൂ. അപ്പോൾ നേരത്തെ സമൂസ പോലും കഴിച്ചിട്ടുണ്ട്. നേരത്തെ ഗതികേട് കൊണ്ട് സമൂസ കഴിച്ചാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ട്രെയിന് എണീക്കുമ്പോൾ ലേറ്റായി. 2 ആൾ ഉറങ്ങിപ്പോയി. ഞാൻ 6 മണിക്ക് എഴുന്നേറ്റായിരുന്നു, പക്ഷേ 2ാമത് ഉറങ്ങിപ്പോയി. അപ്പോൾ 9:30 മണിയായി. 10 മണിക്ക് ട്രെയിനായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഓട്ടോ ചോദിച്ച് ട്രെയിനിലേക്ക് പോയതുകൊണ്ട് നമ്മൾ ഒന്നും കഴിച്ചില്ലായിരുന്നു. അപ്പോൾ ട്രെയിനിലൊരു സമൂസ കിട്ടിയത് ഗതികേട് കൊണ്ട് 2 കഴിച്ചുള്ളൂ. ബാക്കി ഇവൻ 10 എന്തോ കഴിച്ചിട്ടുണ്ട് സമൂസ. അപ്പോൾ കുഴപ്പമില്ല, എൻ്റെ സ്വന്തം ആളാണ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇവന് വീഡിയോടൊന്നും വലിയ താല്പര്യമില്ല. അപ്പോൾ അങ്ങനെയാണ് കാര്യം. അപ്പോൾ നീ മിണ്ടണമെന്നാണ് പറഞ്ഞത് എല്ലാവരും, സംസാരിക്കണമെന്ന് പറഞ്ഞു. ഈ അവൻ ട്രെയിനിൽ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാണ്. പിന്നെ എൻ്റെ ബാഗ് പോലും ഇവൻ പിടിക്കുന്നില്ല, ഞാൻ തന്നെയാണ് പിടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ ഇന്ന് 1 മണിയോട് കൂടി നമ്മളിവിടുന്ന് ആന്ധ്രാപ്രദേശ്, ഇന്നത്തോടു കൂടി നമ്മൾ ആന്ധ്രാപ്രദേശ് ഹൈദരാബാദ് നമ്മൾ പോയിട്ടില്ല. കാരണം ഹൈദരാബാദ് ഞാൻ ഓൾറെഡി പോയിട്ടുണ്ട്, ഇവനും പോയിട്ടുണ്ട്. ഹൈദരാബാദ് പോയി കഴിഞ്ഞാൽ നമ്മൾ 21 ദിവസം പൂർത്തിയാക്കാൻ പറ്റില്ല. അവിടെ 2 ദിവസം എന്തായാലും പോകും. അപ്പോൾ നമുക്ക് എനിക്ക് ഒരുപാട് സ്ഥലങ്ങൾ പോകാനുണ്ട്. കാരണം ഷിംല പോകാണ്ട്. ഷിംലയിൽ എല്ലാവരും ഷിംലയിൽ പോയി കഴിഞ്ഞാൽ തന്നെ ഷിംല, കുളു, മണാലി മാത്രമേ കാണുള്ളൂ. നമ്മൾ ലേഹും ജമ്മു താവി വരെ പോകുന്നുണ്ട്. അതേപോലെ തന്നെ പാകിസ്ഥാൻ ബോർഡർ വരെ പോകുന്നുണ്ട്, അമൃത്സർ വരെ പോകുന്നുണ്ട്, ബാഗ ബോർഡർ വരെ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്രയും ദിവസം കവർ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുന്ന് ഇന്ന് തന്നെ തിരിച്ചാലേ നമുക്ക് കാര്യം നടക്കുള്ളൂ. ഇപ്പം തന്നെ നമ്മൾ 7 മണിക്കൂർ നഷ്ടപ്പെട്ടിരിക്കുക. കാരണം ട്രെയിൻ ഡിലേ ആയതിൻ്റെ കാരണം നമ്മൾ ഒരുപാട് ദിവസങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ടിക്കറ്റ് എടുത്തത് ഇന്ത്യയിൽ ഏറ്റവും ലോങ്കസ്റ്റ് ഓടുന്ന ട്രെയിനായ ദിബ്രൂക്കാണ് ടിക്കറ്റ് എടുത്തത്. എറണാകുളത്ത് ദിബ്രൂക്കാരൻ. അപ്പോൾ എറണാകുളത്ത് നിന്ന് പോകുന്ന കന്യാകുമാരിയിൽ നിന്ന് എറണാകുളം പോലെ ദിബ്രൂക്കാണ് ടിക്കറ്റ് എടുത്തത്.
അപ്പോൾ അത് റീഫണ്ട് വന്നു പോയി വെയിറ്റിംഗ് ലിസ്റ്റിൽ. അത് കാരണം നമുക്ക് ഒരുപാട് ദിവസങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കാരണം ഓഗസ്റ്റ് 2-ാം തീയതി എനിക്ക് നാട്ടിൽ എന്തായാലും എത്തണം. കാരണം 10-ാം തീയതിക്കുള്ളിൽ എൻ്റെ വർക്കിൻ്റെ സംബന്ധമായ കാര്യങ്ങളൊക്കെ റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ എറണാകുളത്ത് കാര്യങ്ങളൊക്കെ നമ്മൾ ഫോണിൽ കൂടെയാണ് ഓരോന്നും കമ്മ്യൂണിക്കേഷൻ ചെയ്തുകൊണ്ടുള്ളത്. അപ്പോൾ നിലവിൽ ഈ സമയത്ത് മാത്രമേ നമുക്ക് ഫ്രീ ആയിട്ടുള്ള സാഹചര്യങ്ങൾ അവസരങ്ങളൊക്കെ കിട്ടുകയുള്ളൂ. പക്ഷേ ഇനിയൊരു അവസരം കിട്ടിയെന്ന് വരില്ല. ജോലി ഉണ്ടെങ്കിൽ ജോലിയുടെ തിരക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഫോൺ പോലും നമുക്ക് ചെവിയിൽ താഴെ വെക്കാനുള്ള സമയം ഉണ്ടാവില്ല. ആ സിനിമയുടെ ഷൂട്ടിങ് പരിപാടി കാര്യങ്ങളൊക്കെ തുടങ്ങിയാൽ. അപ്പോൾ നമ്മൾ ഒരുപാട് ദിവസം നമ്മൾ ഒരു പ്രാവശ്യം ഇതേപോലെ പദ്ധതി ഇട്ടായിരുന്നു. അത് പാളിപ്പോയതാണ്. 2020 നമ്മൾ ഓൾറെഡി നമ്മൾ പോയതാണ്. ഇവിടുന്ന് നമ്മൾ അതുവഴിയാണ് കൊങ്കൺ വഴിയാണ് പോയത്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ഈ വഴിയാണ് പോയത്, തമിഴാണ്. അന്ന് കൊങ്കൺ വഴി പോയി നമ്മൾ അവിടുന്ന് കൊറോണ ഒക്കെ വന്ന സാഹചര്യത്തിൽ ഒരുപാട് ബുദ്ധിമുട്ട് നേരിട്ടിട്ട് അവിടുന്ന് പെട്ടെന്ന് നമ്മൾ നിസാമുദ്ദീൻ വരെ പോയി നമ്മൾ തിരിച്ച് കാസർഗോഡേക്ക് വന്നതാണ്. അന്ന് കൊറോണ സമയത്ത് വല്ലാത്ത രീതിയിൽ നമുക്ക് നമ്മുടെ ട്രിപ്പിന് ബാധിച്ചായിരുന്നു. അതുകൊണ്ട് അന്ന് നമുക്ക് 12 ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം നമ്മളത് കവർ ചെയ്ത് പോവാണ്. കാരണം ഈ ഒരു സമയത്ത് എനിക്ക് ഫ്രീ ഉള്ളൂ. കാരണം ഇതിലൊന്നും എനിക്ക് ഫ്രീ ഒന്നുമില്ല. കാരണം സിനിമയുടെ ഷൂട്ടിങ് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ എൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും നമ്മളിന്ന് ആന്ധ്രാപ്രദേശിലേക്ക് നമ്മൾ ഇന്നൊരു ഗുഡ് ബൈ കൊടുക്കുകയാണ്. ഇനി തീർച്ചയായിട്ടും നമ്മൾ ഷൂട്ടിങ് സംബന്ധമായിട്ട് വരുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ മടങ്ങാണ്. അപ്പോൾ എന്തായാലും